ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാൻ മുന്നേ ഈ സാധനങ്ങളൊക്കെ ഞാൻ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വെക്കേഷൻ്റെ ലാസ്റ്റിക് ആവും. ഒരു നീണ്ടൊരു വെക്കേഷനാണ് ഞാനിതൊക്കെ കൊണ്ടും ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാണ്ട്. അപ്പോൾ അതിന് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വലിയ കാര്യം എടുത്തു കൊടുക്കുന്നതാണ് കണ്ടത്. ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടിച്ചിടാൻ ഭയങ്കര സുഖമാണ് അത് കണ്ടിട്ട്. പക്ഷേ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് തലണ കവറില്ല. അതുകൊണ്ട് ഞാൻ വേറെ ബെഡ്ഷീറ്റ് പഴയ ബെഡ്ഷീറ്റിനെ എടുത്തിട്ടു. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഒരു പണിയില്ലാത്തതുകൊണ്ട് അനിയൻ്റെ മദ്രസ ബുക്കുണ്ട്. അപ്പോൾ അതിനോടൊന്ന് പൊതിച്ചിലിട്ടാരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിരുന്നു. ഇത് പിന്നെ വലിയ കാറുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങോട്ട് കഴിച്ച് ഞാൻ എന്നിട്ട് നമ്മളുടെ മെയിൻ പണിയിലോട്ട് കടക്കാൻ പോവുകയാണ്. ശരിക്കും നിങ്ങൾ വിചാരിച്ചോന്നും എനിക്കറിയില്ല ഞാൻ ഇതിനാണ് വെക്കേഷൻ കഴിയാനായപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരുന്നത്. ആക്ച്വലി ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. അതിനൊന്നുമില്ല, എൻ്റെ അമ്മച്ചി ഈ പണി ഈ വീട്ടിൽ ഇനി കുറച്ച് കാലം നടക്കില്ല പറഞ്ഞു. അത്രയും ഈ പണിയുള്ള കുറച്ച് ആൾക്കാർക്കേലും എന്തായാലും ഇത് റിലേറ്റബിൾ ആയിരിക്കും. ദെൻ നമ്മുടെ ബുക്ക് പൊരിയൽ പണി കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ സാധനം കട്ടിംഗ് റെഡിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയൊരു വാൾ ഡെക്കോറാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇതിലെല്ലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ പൂപ്പലൊക്കെ പറ്റിയിട്ട് അതെന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കിയ സമയത്തൊക്കെ കാണാൻ. ഇതൊക്കെ ആവശ്യമുള്ളതും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആണെങ്കിൽ കൂടിയും എൻ്റെ അമ്മച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ആക്രിയാണ്, ആക്രി. ദെൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും യൂട്യൂബിലൊരു ആക്രി അൺബോക്സിങ് വീഡിയോ കാണുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗായ്സ്, ഈ വലിയ കവറിലുണ്ടായിരുന്ന രണ്ടാമത്തെ പെട്ടി ഇതാണ് ഗൈസ് മെയിൻ പെട്ടി. ഈ പെട്ടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അൺബോക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അൺബോക്സ് നെക്സ്റ്റ് വീഡിയോയിലാണ് ചെയ്യുന്നതെങ്കിലും ആ പെട്ടി പകുതി അവിടെ തുറന്നിരിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടില്ല, സോറി ഗൈസ്. അല്ലെങ്കിൽ എനിക്ക് മണ്ടത്തരങ്ങളൊന്നും അങ്ങനെ പറ്റില്ല, പൊതുവേ കുറവാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇതെന്തായാലും മണ്ടത്തരമൊന്നുമില്ല, കാരണം ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് അതിലെന്താ ഉള്ളതെന്ന്. അതിൽ ഗൈസ് നിങ്ങൾ വിചാരിക്കാത്ത കുറച്ച് സാധനങ്ങളാണ് അതിലുള്ളത്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിലെന്നെ കാണിച്ച് ഇനി നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് വെറുതെ കുളമാക്കണ്ട. ഇതെൻ്റെ ഒരു ജേണൽ ബുക്കാണ്. ഈ ഒരു ബുക്കിൽ ഞാൻ ജേണൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കളർ തീം വെച്ചിട്ട് അങ്ങനെ വിൻറ്റേജ് കുറേ വെറൈറ്റി ഓഫ് ജേണൽസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ആ മെയിൻ പെട്ടി അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.